ഹയർ സെക്കൻഡറി മാത്തമാറ്റിക്സ് വിജയബേരി സീരീസ് ടെസ്റ്റ് പാർട്ട് 1 കോഡ് എയുടെ വീഡിയോയിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും ഹൃദ്യമായ സ്വാഗതം. SSLC പരീക്ഷയിൽ മലപ്പുറം ജില്ലയിലെ കുട്ടികളുടെ വിജയശതമാനം വർദ്ധിപ്പിക്കുന്നതിൽ പതിറ്റാണ്ടുകൾക്ക് മുൻപ് തന്നെ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് ആരംഭിച്ച ഒരു നൂതന പദ്ധതിയാണ് വിജയഭേരി. ഇതിൻ്റെ ചുവടുപിടിച്ചാണ് ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി എന്നീ മേഖലയിൽ കൂടി 100% വിജയം ഉറപ്പുവരുത്തുക എന്ന ഉദ്ദേശത്തോടെ 2023-24 അധ്യയന വർഷം മുതൽ എല്ലാ കുട്ടികൾക്കും അതാത് വിഷയത്തിൻ്റെ സ്റ്റഡി മെറ്റീരിയലും അതുപോലെ സീരീസ് യൂണിറ്റ് ടെസ്റ്റുകളുമായി വിജയബേരി പദ്ധതി പ്രത്യേക രീതിയിൽ നടപ്പാക്കി വരുന്നു. ഇതിൻ്റെ ഭാഗമായി +1, +2 എന്നിവയുടെ പാഠഭാഗങ്ങളെ 2 യൂണിറ്റായി തിരിച്ച് ഓരോ യൂണിറ്റിലും 1 മണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ 15 മിനിറ്റ് ദൈർഘ്യമുള്ള 3 അല്ലെങ്കിൽ 4 വ്യത്യസ്ത വെർഷനിലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ജില്ലയിലെ എല്ലാ സ്കൂൾ വിദ്യാർത്ഥികൾക്കും ലഭ്യമാക്കി വരുന്നു. +1, +2 പാഠഭാഗങ്ങളെ മാത്തമാറ്റിക്സിൽ 4 വ്യത്യസ്ത വെർഷനിൽ കോഡ് A, B, C, D എന്നിങ്ങനെ ആയിട്ടായിരുന്നു കഴിഞ്ഞ വർഷം പരീക്ഷ നടത്തിയിരുന്നത്. എന്നാൽ ഈ വർഷം A, B, C എന്നീ 3 വ്യത്യസ്ത വെർഷനിലുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ് ഉള്ളത്. ജനുവരി 6 മുതൽ 13 വരെ യൂണിറ്റ് 1ലുള്ള പാഠഭാഗങ്ങളുടെ പരീക്ഷകളും ജനുവരി 14 മുതൽ 21 വരെ യൂണിറ്റ് 2ലുള്ള പാഠഭാഗങ്ങളുടെ പരീക്ഷകളുമാണ് നടത്തുന്നത്. ഹയർ സെക്കൻഡറി വിഭാഗത്തിലേക്കു കൂടി വിജയബേരി പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കാൻ മുൻകൈയെടുത്ത മലപ്പുറം ജില്ലാ പഞ്ചായത്ത് നേതൃത്വത്തെയും വിജയബേരി കോർഡിനേറ്ററെയും പ്രത്യേകം അഭിനന്ദിക്കുന്നു. ഓരോ സീരീസ് പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറുകളും അവയുടെ ഉത്തരങ്ങളും ഓരോ വീഡിയോ എന്ന രീതിയിലാണ് ഇവിടെ ക്രമീകരിക്കുന്നത്. 3 വ്യത്യസ്ത കോഡുകളിലായി നടത്തുന്ന പരീക്ഷകൾ എല്ലാം വളരെ നല്ല രീതിയിൽ ഉത്തരങ്ങൾ എഴുതുന്ന ഒരു വിദ്യാർത്ഥിക്ക് വരാനിരിക്കുന്ന പൊതുപരീക്ഷയിൽ ഏറ്റവും ചുരുങ്ങിയത് 80% മാർക്ക് വരെ ലഭ്യമാകുന്ന രീതിയിലാണ് ഈ പരീക്ഷകൾ. ഹയർ സെക്കൻഡറി മാത്തമാറ്റിക്സ് വിജയബേരി സീരീസ് ടെസ്റ്റ് പാർട്ട് 1 കോഡ് എയുടെ വീഡിയോയിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും ഒരിക്കൽ കൂടി ലാ മാത്തമാറ്റിക്സിൻ്റെ ഹൃദ്യമായ സ്വാഗതം. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ പരമാവധി മാർക്ക് 40, ടൈം 1 മണിക്കൂർ 30 മിനിറ്റ്, അതിൽ തന്നെ 10 മിനിറ്റ് കൂൾ ഓഫ് ടൈമിന് വേണ്ടി മാറ്റി വച്ചിരിക്കുന്നു. ഇവിടെ 1 മുതൽ 5 വരെയുള്ള 5 ചോദ്യങ്ങളിൽ 4 എണ്ണത്തിനുമാണ് ഉത്തരം എഴുതേണ്ടത്. ഓരോ എണ്ണത്തിനും 3 സ്കോർ വീതം. 6 മുതൽ 10 വരെയുള്ള 5 ചോദ്യങ്ങൾക്ക് 4 സ്കോറാണുള്ളത്. ഇതിൽ നിന്ന് 4 ക്വസ്റ്റ്യനാണ് ഒരു കുട്ടി ആൻസർ ചെയ്യേണ്ടത്. അതുപോലെ 6 മാർക്കിൻ്റെ ചോദ്യങ്ങൾ 2 എണ്ണമാണ് എഴുതാനുള്ളത്. അതിൽ 3 ക്വസ്റ്റ്യൻസ് ഇവിടെ തന്നിട്ടുണ്ടാകും. 11, 12, 13. നമുക്കിനി ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം, ഷോ ദാറ്റ് ദ ഫംഗ്ഷൻ f n to n given by f of x equal to 2x is 1, 1. ആ ഒന്നാമത്തെ ചോദ്യത്തിൽ 2 പാർട്ടാണുള്ളത്. 1 മാർക്കിൻ്റെ ഒരു ചോദ്യവും 2 മാർക്കിൻ്റെ മറ്റൊരു ചോദ്യവും. ആദ്യം ഇതിലെ ആദ്യ ചോദ്യം നോക്കാം. 1, 1 എന്ന് പ്രൂവ് ചെയ്യുകയാണ് ഇവിടെ വേണ്ടത്. നമുക്കറിയാം, ഒരു ഫംഗ്ഷൻ 1, 1 ആകണമെങ്കിൽ f of x1 equal to f of x2 implies x1 equal to x2. അതായത് ഡിഫറൻറ്റ് എലമെൻറ്റ് ഹാസ് ഡിഫറൻറ്റ് ഇമേജ്. അതിനിവിടെ നാം പ്രൂവ് ചെയ്യുന്നത് f of x 2x ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ എഴുതാം, f of x1 equal to f of x2 implies f of x1 2x1, f of x2 2x2. Dividing by 2, we get x1 equal to x2. അതായത് f is 1, 1. Therefore f is 1, 1. ഇത്രയാണ് ഈ ചോദ്യത്തിന് ആൻസറായിട്ട് ഒരു കുട്ടി എഴുതാനുള്ളത്. 1 മാർക്കിൻ്റെ സിമ്പിൾ ചോദ്യമാണ്. ദെൻ മറ്റൊന്ന്, ഒരു ഗ്രാഫാണ് ഇവിടെ തന്നിരിക്കുന്നത്. ആ ഗ്രാഫ് 1, 1 on 2, 1, 1 ആണോ on 2 ആണോ എന്ന് പരിശോധിക്കുകയും അതിൻ്റെ കാരണം എഴുതുകയുമാണ് വേണ്ടത്. Using the following graph, state whether the graph is 1, 1 or on 2, give reason. ഇവിടെ ഫിഗറിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, -1 എന്ന പോയിൻറ്റിൻ്റെ ഇമേജ് 4 എന്ന പോയിൻ്റാണ്.
അതായത് ഇവിടുത്തെ കോർഡിനേറ്റ്സ് -2 4 എന്ന് രേഖപ്പെടുത്താം. അതുപോലെ ഈ പോയിന്റിന് 2, 4. അതായത് എഫ് ഓഫ് -2 = 4 എന്നും എഫ് ഓഫ് 2 = 4 എന്നും നമുക്ക് രേഖപ്പെടുത്താം. അതായത് ഡിഫറൻറ്റ് എലമെൻറ്റിന് സെയിം ഇമേജ് ആണ് ഇവിടെ വരുന്നത് എന്ന് ചുരുക്കം. എഫ് ഓഫ് -2 = എഫ് ഓഫ് 2 രണ്ടും 4നോട് ഈക്വലാണ്. അതായത് ഈ ഭാഗത്ത് ഈ സമയത്ത് എഫ് ഈസ് നോട്ട് 1 1 എന്ന് നമുക്ക് പറയാവുന്നതാണ്. എഫ് ഈസ് നോട്ട് 1 1. ഡിഫറൻറ്റ് എലമെൻ്റായ -2നും 2നും സെയിം ഇമേജായ 4 ആണ് വരുന്നത് എന്ന് ചുരുക്കം. ഇനി രണ്ടാമത്തെ ഭാഗം ചെയ്യാനുള്ളത് ഓൺ ടു ആണോ എന്ന് പരിശോധിക്കാനാണ്. നമുക്കറിയാം ഇവിടെ ഈ ഫംഗ്ഷൻ്റെ ഡൊമൈൻ ക്യാപിറ്റൽ R ആണ്, റേഞ്ച് 0 ഇൻഫിനിറ്റി ആണ്. എന്നാൽ കോ ഡൊമൈൻ ക്യാപിറ്റൽ R ആണ്. അതായത് നമുക്ക് ഇങ്ങനെ എഴുതാം, റേഞ്ച് എന്നുള്ളത് കോ ഡൊമൈനോട് ഈക്വൽ അല്ല. റേഞ്ച് നോട്ട് ഈക്വൽ ടു കോ ഡൊമൈൻ. റേഞ്ചും കോ ഡൊമൈനും ഈക്വൽ ആവുമ്പോഴാണ് ഫംഗ്ഷൻ ഓൺ ടു ആകുന്നത് എന്ന് ചുരുക്കം. അതായത് നെഗറ്റീവ് എലമെൻറ്റുകൾക്കൊന്നും ഈ ഫിഗറിൽ, ഈ ഗ്രാഫിൽ പ്രീ ഇമേജ് വരുന്നില്ല. അതായത് എഫ് എന്നുള്ളത് എഫ് ഈസ് നോട്ട് ഓൺ ടു എന്ന് സാരം. ദെൻ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഫൈൻഡ് ദ വാല്യൂ ഓഫ് സൈൻ ഇൻവേഴ്സ് സൈൻ 2π/3. നമുക്കറിയാം സൈനിൻ്റെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് -π/2 π/2 ആണ്. ഇവിടെ 2π/3 ആണ്. അതുകൊണ്ട് അത് പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ചിൽ വരാത്തതിനാൽ നമുക്ക് നേരിട്ട് സൈൻ ആൻഡ് സൈൻ ഇൻവേഴ്സ് ഇത് രണ്ടും ക്യാൻസൽ ചെയ്യാൻ സാധ്യമല്ല. അതുകൊണ്ട് പ്രിൻസിപ്പൽ വാല്യൂയിലേക്ക് നാം അതിനെ മാറ്റുന്നു. സൈൻ ഇൻവേഴ്സ് സൈൻ 2π/3 ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് സൈൻ 2π/3 എന്നുള്ളതിന് പ്രോപ്പർട്ടി സൈൻ x ഈക്വൽ ടു സൈൻ π - x. അതായത് സൈൻ π - 2π/3. ഇവിടെ ഉപയോഗിച്ച പ്രോപ്പർട്ടി സൈൻ x ഈക്വൽ ടു സൈൻ π - x. സൈൻ ഇൻവേഴ്സ് സൈൻ π/3 എന്ന് കിട്ടുന്നു. സൈൻ ഇൻവേഴ്സ് സൈൻ π/3 എന്ന് പറഞ്ഞാൽ π/3. π/3 എന്നത് സൈൻ ഇൻവേഴ്സിൻ്റെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ചിലാണ്. ദെൻ ഇതിലെ രണ്ടാമത്തെ ചോദ്യം, ഫൈൻഡ് ദ പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് കോസ് ഇൻവേഴ്സ് -1/√2. ഇവിടെയും കോസ് ഇൻവേഴ്സ് -1/√2. ഇതിൻ്റെ വാല്യൂ കാണാൻ പ്രോപ്പർട്ടി ഉപയോഗിക്കുന്നു. അതായത് കോസ് ഇൻവേഴ്സ് -x ഈക്വൽ ടു π മൈനസ് കോസ് ഇൻവേഴ്സ് പ്ലസ് x 1/√2. അതായത് പൈ മൈനസ് കോസിൻ്റെ വാല്യൂ 1/√2 വരുന്ന ആംഗിൾ π/4. അതായത് π - π/4. ആൻസർ 3π/4. അപ്പോൾ ഇവിടെ സൈൻ ഇൻവേഴ്സ് കോസ് ഇൻവേഴ്സ് -1/√2 എൻ്റെ വാല്യൂ 3π/4. ഒരു കൺസ്ട്രക്റ്റ് ചെയ്യാനാണ് ഒരു മാട്രിക്സ് 3/2 മാട്രിക്സ് whose elements are given by aij equal to 1/2 into modulus I minus 3j. അതിനു വേണ്ടിയിട്ട് 3/2 മാട്രിക്സ് ആണ് നമുക്കിവിടെ കാണാനുള്ളത്. A11 മുതൽ A32 വരെയാണ് കാണാനുള്ളത്. ഐക്ക് 1 ജെക്ക് 1 കൊടുത്താൽ 1/2 ഇൻറ്റു മോഡുലസ് 1 മൈനസ് 3 നമുക്കിവിടെ ആൻസർ കിട്ടും 2/2 ദാറ്റ് ഈസ് 1. ദെൻ അടുത്ത വാല്യൂ A12 ഈക്വൽ ടു 1/2 ഇൻറ്റു ഡിറ്റർമിനൻറ്റ് മോഡുലസ് ഐക്ക് 2 കൊടുക്കുന്നു 2 മൈനസ് ഐക്ക് 1 കൊടുത്താൽ 1 മൈനസ് 6 ദാറ്റ് ഈസ് 5/2. ദെൻ A21 ഐക്ക് 2 ജെക്ക് 1 1/2 ഇൻറ്റു 2 മൈനസ്
ജെക്ക് 1 ആണ്, അപ്പോൾ 3. 1/2. ദെൻ A22 വരുന്നത് 1/2 ഇൻറ്റു IQ2 J എന്നുള്ളത് 3 × 2 6. 4/2 that is 2. Then A31 I എന്നുള്ളതിന് 3 ആണ് വാല്യൂ കൊടുക്കുന്നത്. J1 അതായത് 3 - 3 that is 0. Then A32 ഇങ്ങനെ 6 എലമെൻറ്റുകളാണ് നമുക്ക് ഇവിടെ കാണാനുള്ളത്. 3 - 3 × 2 6. That is answer 3/2. ഇതേ രീതിയിലാണ് എലമെൻറ്റുകളെല്ലാം കണ്ടെത്തുന്നത്. നമുക്കിതിനെ ക്യാപിറ്റൽ എ എന്ന മാട്രിക്സ് ആയിട്ട് വേണമെങ്കിൽ പേര് കൊടുക്കാം. ക്യാപിറ്റൽ എ ഈക്വൽ ടു മാട്രിക്സ് എ ഐ ജെ ആണെങ്കിൽ ക്യാപിറ്റൽ എ ഈക്വൽ ടു ഫസ്റ്റ് എലമെൻറ്റ് 1 ആണ്, A11, ദെൻ A12 5/2, A21 1/2, then 2 0 3/2. ഇതാണ് AIJ എന്ന മാട്രിക്സ്. Then നാലാമത്തെ ക്വസ്റ്റ്യൻ, ഫൈൻഡ് ഓൾ പോയിൻറ്റ്സ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി ഓഫ് ദ ഫംഗ്ഷൻ f of x equal to മോഡുലസ് 1 - x + mod x. അതായത് നമുക്കറിയാവുന്നത് every polynomial function is continuous, modulus function is continuous, some difference of two continuous function is also continuous. അതുകൊണ്ട് തന്നെ ഈ ഫംഗ്ഷൻ ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷനാണ്. ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആയതുകൊണ്ട് ഡിസ്കണ്ടിന്യൂസ് പോയിന്റുകൾ എഴുതാൻ പറഞ്ഞാൽ there is no point of discontinuity. There is no point of discontinuity. No point of discontinuity. ഇങ്ങനെ ആൻസർ എഴുതാം, അല്ലെങ്കിൽ ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ് എന്ന് എഴുതിയാലും മതിയായിരിക്കും. രണ്ടാമത്തെ ചോദ്യം, ഫൈൻഡ് ദ വാല്യൂ ഓഫ് k if the function f of x equal to kx², x less than or equal to 2, 3 if x greater than 2 is continuous. അതിനു വേണ്ടിയിട്ട് ലിമിറ്റ് ലെഫ്റ്റ് ലിമിറ്റ് കാണുന്നു. ലിമിറ്റ് x tends to 2 minus f of x equal to ലിമിറ്റ് x tends to 2 minus f of x equal to kx². എക്സിന് 2 കൊടുത്താൽ നമുക്ക് ലഭിക്കുന്നത് 4k. ദെൻ ലിമിറ്റ് x tends to 2 plus f of x ഗ്രേറ്റർ ദാൻ 2 ആണെങ്കിൽ നമുക്കറിയാം ഇവിടെ തന്നിരിക്കുന്നത് 3 ആണ്. കോൺസ്റ്റൻറ്റ് അതേപോലെ റീറ്റെയിൻ ചെയ്യുന്നു. ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആകാനുള്ള കണ്ടീഷൻ ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും ഫംഗ്ഷൻ്റെ വാല്യൂയും ഈക്വൽ ആണ്. ഇപ്പോൾ കണ്ടിന്യൂസ് ആണെന്ന് തന്നതുകൊണ്ട് ഇത് രണ്ടും ഇക്വേറ്റ് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് ആൻസർ ആയിട്ട് എഴുതേണ്ടത് സിൻസ് f ഈസ് കണ്ടിന്യൂസ്, since f is continuous, for k equal to 3, therefore k equal to 3/4. 2 മാർക്കിൻ്റെ ഒരു നല്ല ക്വസ്റ്റ്യൻ. ദെൻ അഞ്ചാമത്തെ ചോദ്യം, the radius of a circle is increasing uniformly at the rate of 3 cm/second. Find the rate at which the area of the circle is increasing when the radius is 10 cm. അതായത് ഒരു സർക്കിളിൻ്റെ റേഡിയസ് വർധനവിൻ്റെ തോത് 3 cm/second ആണ്. ഒരു സെക്കൻഡിൽ 3 cm എന്ന തോതിൽ. അങ്ങനെയാണെങ്കിൽ റേഡിയസ് 10 cm വരുമ്പോൾ ഏരിയ വർദ്ധിക്കുന്നതിൻ്റെ തോതാണ് ഈ സമയത്ത് കണ്ടുപിടിക്കാനുള്ളത്. നമുക്കറിയാവുന്നത് എ എന്ന് പറഞ്ഞാൽ ഏരിയ ഓഫ് എ സർക്കിൾ ഈക്വൽ ടു πr². അതിൽ നമുക്കറിയാം r എന്നുള്ളത് റേഡിയസ് ആണ്. r ഈസ് ദ റേഡിയസ്.
R is the radius. കൂടാതെ A is the area. അപ്പോൾ ഏരിയ കാണാനുള്ള ഫോർമുല A = πr². ഇവിടെ തന്നിരിക്കുന്ന ഡാറ്റ, അതായത് റേഡിയസിൽ വരുന്ന മാറ്റം dr/dt, ടൈമിൽ വരുന്ന ചേഞ്ച്, അതായത് 3 cm/s ആണ്. അങ്ങനെയാണെങ്കിൽ ഏരിയയിൽ വരുന്ന മാറ്റം കാണാൻ dA/dt ആണ് നമുക്ക് കാണാനുള്ളത്. 2πr × dr/dt. ദെൻ 10 സെൻറ്റിമീറ്റർ റേഡിയസ് വരുമ്പോഴുള്ള ഏരിയയിൽ വരുന്ന മാറ്റമാണ് കാണാനുള്ളത്. dA/dt r = 10 സെൻറ്റിമീറ്റർ, അതായത് 2 × π × r. r എന്ന് പറഞ്ഞാൽ 10 ആണ്, dr/dt എന്ന് പറഞ്ഞാൽ 3 ആണ്. എല്ലാം കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ 60 π ഏരിയയിൽ വരുന്ന മാറ്റമാണ്, cm²/s. ഇത്രയാണ് ഒന്നാമത്തെ പാർട്ടിൽ ചെയ്യാനുള്ള ചോദ്യങ്ങൾ. ഏതെങ്കിലും 4 എണ്ണത്തിനാണ് കുട്ടികൾ ഉത്തരം എഴുതേണ്ടത്. ദെൻ 4 മാർക്കിൻ്റെ 6 മുതൽ 10 വരെയുള്ള 5 ചോദ്യമാണ്. ഓരോന്നിനും 4 സ്കോറാണ്. അതിൽ നിന്ന് 4 ക്വസ്റ്റ്യനാണ് ഒരു കുട്ടി ആൻസർ ചെയ്യേണ്ടത്. അതിലെ ആദ്യ ചോദ്യം, ഫൈൻഡ് the intervals in which the function f given by f of x = 4x³ - 6x² - 72x + 30 is increasing, decreasing. ആദ്യമായിട്ട് ഫംഗ്ഷൻ ഇൻക്രീസിങ് ആകാനുള്ള കണ്ടീഷൻ നമുക്കറിയാം. ഫസ്റ്റ് ഡെറിവേറ്റീവ് പോസിറ്റീവ് ആണെങ്കിൽ ഇൻക്രീസിങ്, ഫസ്റ്റ് ഡെറിവേറ്റീവ് നെഗറ്റീവ് ആണെങ്കിൽ ഡിക്രീസിങ്. അതിനുവേണ്ടി തന്നിരിക്കുന്ന ഫംഗ്ഷൻ നാം ആദ്യമായിട്ട് എടുത്തെഴുതുന്നു. f of x = 4x³ - 6x² - 72x + 30. ഡെറിവേറ്റീവ് കാണുന്നു f dash x. f dash x = 12x² - 12x - 72. 72xൻ്റെ ഡെറിവേറ്റീവ് 72, കോൺസ്റ്റൻറ്റിൻ്റെ ഡെറിവേറ്റീവ് 0. ദെൻ ഫസ്റ്റ് ഡെറിവേറ്റീവ് 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യുന്നു. f dash x = 0 implies 12x² - 12x - 72 = 0. 12 കോമൺ ആയിട്ട് എടുക്കാം. 12 × x² - x - 6 = 0. ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷനെ നമുക്ക് വീണ്ടും ഒന്നുകിൽ കൂടി ഫാക്ടറൈസ് ചെയ്യാം. അതായത് പ്രോഡക്റ്റ് -6, സം ഓർ ഡിഫറൻസ് -1 ആണ്. അതുകൊണ്ട് നമുക്ക് 2, 3, x + 2 then x - 3, മീനിങ് 3 ടേമുകളുടെ പ്രോഡക്റ്റ് 0. 12 എന്തായാലും 0 അല്ല. x + 2 0 ആണെങ്കിൽ x = -2 then x = 3. അതായത് x = -2 വരുന്ന സമയത്തും ഫസ്റ്റ് ഡെറിവേറ്റീവ് 0 ആണ്. എക്സിൻ്റെ വാല്യൂ 3 വരുന്ന സമയത്തും ഫസ്റ്റ് ഡെറിവേറ്റീവ്, അതായത് f dash x 0 ആണെന്ന് ചുരുക്കം. അതായത് റിയൽ ലൈൻ എന്നത് -∞ മുതൽ ∞ വരെയുള്ള റിയൽ ലൈനിൽ -2, 3 എന്നീ 2 പോയിൻ്റുകൾ റിയൽ ലൈനെ 3 ഇൻ്റർവലാക്കി തിരിക്കുന്നു. -∞ -2, -2 3, 3 ∞. അതിലുള്ള ഒരു പോയിന്റിൽ ഏത് ഇൻ്റർവലിലാണ് ഫസ്റ്റ് ഡെറിവേറ്റീവ് പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ് എന്ന് ചെക്ക് ചെയ്യുന്നു. അതിൽ ഏറ്റവും എളുപ്പത്തിൽ വരുന്ന -2 മുതൽ 3 വരുന്ന ഇൻ്റർവലിലാണ് 0 എന്ന പോയിൻ്റ്. അതുകൊണ്ട് f dash 0 നാം കാണുന്നു. f dash 0 = അതിലേറ്റവും നല്ലത് ഫസ്റ്റ് ഡെറിവേറ്റീവ് തുടങ്ങിയ ഭാഗത്ത് ഇക്വേറ്റ് ചെയ്യാണ്. എക്സിന് 0 കൊടുത്താൽ നമുക്ക് കിട്ടുന്നു -72, അതായത് <0. ഫസ്റ്റ് ഡെറിവേറ്റീവ് 0 ആവുന്ന ഇൻ്റർവൽ -2, 3 എന്ന ഓപ്പൺ ഇൻ്റർവെല്ലാണെന്ന് കാണാം. അതുകൊണ്ട് തന്നെ -∞ -2 എന്ന ഇൻ്റർവൽ
3 ഇൻഫിനിറ്റി എന്നീ രണ്ട് ഇൻ്റർവെല്ലിലും ഫസ്റ്റ് ഡെറിവേറ്റീവ് പോസിറ്റീവ് ആണെന്നും കാണാം. അതായത് നമ്മൾ ഇവിടെ എഴുതുന്നത് എഫ് ഡാഷ് എക്സ് ലെസ് ദാൻ 0 ഇൻ -2,3 കൂടാതെ എഫ് ഡാഷ് എക്സ് ഗ്രേറ്റർ ദാൻ 0 ഇൻ -infinity, -2 ആൻഡ് 3 ഇൻഫിനിറ്റി. അതായത് ഫസ്റ്റ് ഡെറിവേറ്റീവ് ലെസ് ദാൻ 0 ആണെങ്കിൽ എഫ് ഓഫ് എക്സ് ഈസ് ഡിക്രീസിങ് ഓൺ -2, 3. എഫ് ഓഫ് എക്സ് ഈസ് increasing on -infinity, -2 and 3 ഇൻഫിനിറ്റി. ഇതാണ് ഇവിടെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിട്ട് എഴുതേണ്ടത്. 4 മാർക്കിൻ്റെ മറ്റൊരു ചോദ്യം. ദെൻ 7ാമത്തെ ചോദ്യം. അതിൽ 2 പാർട്ടുണ്ട്. ആദ്യത്തെ, ലെറ്റ് ആർ ബി ദ relation in the set capital N given by capital R equal to set ordered pair AB such that A equal to B minus 2, B greater than 6. Choose the correct answer. നമുക്കിവിടെ തന്നിരിക്കുന്നത് അതായത് B greater than 6 ആണ്. B greater than 6, 6-നേക്കാൾ വലിയ വാല്യൂ ആയിരിക്കണം. അപ്പോൾ നമുക്ക് ബി സി ഡി 3 ഓപ്ഷൻസ് സാധിക്കുന്നതുണ്ട്. കൂടാതെ എ ഈക്വൽ ടു ബി മൈനസ് 2, മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ എ പ്ലസ് 2 ഈക്വൽ ടു ബി. എ പ്ലസ് 2, എയിലൂടെ 2 കൂട്ടിയാൽ ബി ആകണം. അതായത് 6 + 2 ഈക്വൽ ടു 8. അപ്പോൾ എല്ലാ കണ്ടീഷനും ഒത്തുവരുന്നത് 6, 8 എലമെൻ്റ് ഓഫ് ആർ എന്നതാണ്. അപ്പോൾ ഇവിടെ ആൻസറായിട്ട് ഓപ്ഷൻ നമ്പർ സി. ദെൻ ഇതിലെ 2ാമത്തെ ചോദ്യം. അതായത് show that the relation capital R in the set of integers given by capital R equal to set ordered pair AB such that 2 divides A minus B is an equivalence relation. നമുക്കറിയാം ഒരു റിലേഷൻ ഈക്വലൻസ് ആവാനുള്ള കണ്ടീഷൻ അത് ഒരേ സമയം റിഫ്ലെക്സീവ്, സിമെട്രിക്, ട്രാൻസിറ്റീവ് 3 തരം റിലേഷനും കൂടി ആകുമ്പോഴാണ്, ഒരേ സമയം റിഫ്ലെക്സീവും സിമെട്രിക്കും ട്രാൻസിറ്റീവും ആകുമ്പോഴാണ് ആ റിലേഷൻ ഈക്വലൻസ് റിലേഷനായിട്ട് മാറുന്നത്. അതുകൊണ്ടത് റിഫ്ലെക്സീവ് ആണോ എന്ന് പ്രൂവ് ചെയ്യുന്നു. നമുക്കറിയാം എ എന്ന എലമെൻ്റ് എല്ലായ്പ്പോഴും എലമെൻ്റ് ഓഫ് ആർ ആയിരിക്കും. കാരണം ഫോർ ഓൾ എ, ഏത് എ എടുത്താലും ഇങ്ങനെയായിരിക്കും. കാരണം 2 ഡിവൈഡ്സ് എ മൈനസ് എ ഓൾവേസ്. 2 ഡിവൈഡ്സ് 0 എന്ന് പറഞ്ഞാൽ 0/2 എക്സിറ്റ്സ് ഓൾവേസ്. അതിനാൽ നമുക്ക് ഇങ്ങനെ എഴുതാം, ആർ ഈസ് റിഫ്ലെക്സീവ്. ആർ ഈസ് എ റിഫ്ലെക്സീവ് റിലേഷൻ. എ കോമ ബി ആറിലാണെങ്കിൽ അതിൻ്റെ മീനിങ് 2 ഡിവൈഡ്സ് എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ എ മൈനസ് ബി ഒരു ഈവൺ നമ്പറാണ്. അങ്ങനെയാണെങ്കിൽ ബി മൈനസ് എയും ഈവൺ നമ്പർ ആയിരിക്കും. അതായത് 2 ഡിവൈഡ്സ് ബി മൈനസ് എ ഇംപ്ലൈസ് ബി കോമ എ ബിലോങ്സ് ടു ക്യാപിറ്റൽ ആർ. അതായത് എ ബി ആറിലുണ്ടെങ്കിൽ ബി എ ആൾസോ എലമെൻ്റ് ഓഫ് ആർ. അതിൻ്റെ അർത്ഥം ആർ ഈസ് സിമെട്രിക്. ആർ ഈസ് സിമെട്രിക്. ദെൻ അടുത്തത് എ ബി ആറിലുണ്ട്, ബി സി എന്ന ഓർഡേർഡ് പെയറും ആറിലുണ്ടെങ്കിൽ അതിൻ്റെ മീനിങ് ബൈ ഡെഫിനിഷൻ 2 ഡിവൈഡ്സ് എ മൈനസ് ബി, ആൾസോ 2 ഡിവൈഡ്സ് ബി മൈനസ് സി. ഇത് രണ്ടും കൂടി കണക്റ്റ് ചെയ്യുമ്പോൾ 2 ഡിവൈഡ്സ് എ മൈനസ് ബി പ്ലസ് ബി മൈനസ് സി. അതായത് 2 divides a minus c. 2 divides a minus b means
ഓർഡേർഡ് പെയർ എ സി എലമെൻ്റ് ഓഫ് ക്യാപിറ്റൽ ആർ. എ ബി എലമെൻ്റ് ഓഫ് ആർ, ബി സി എലമെൻ്റ് ഓഫ് ആർ എന്നീ രണ്ട് കണ്ടീഷനും ഉണ്ടെങ്കിൽ അതിൻ്റെ കൺക്ലൂഷനായ എ സി ആൾസോ എലമെൻ്റ് ഓഫ് ആർ. അതിനാൽ ആർ ഈസ് ട്രാൻസിറ്റീവ്. ആർ ട്രാൻസിറ്റീവ് റിലേഷനും കൂടിയാണ്. ഒരേ സമയം റിഫ്ലക്സീവും സിമെട്രിക്കും ട്രാൻസിറ്റീവും ആയതിനാൽ ആർ ഈസ് ആൻ ഈക്വാലൻസ് റിലേഷൻ. ആർ ഈസ് ആൻ ഈക്വാലൻസ്. ആർ ഈസ് ആൻ ഈക്വാലൻസ് റിലേഷൻ. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, എട്ടാമത്തെ ക്വസ്റ്റ്യൻ. ഷോ ദാറ്റ് sin inverse 2x into root of 1 minus x square equal to 2 sin inverse x. ഇവിടെ നമുക്കൊരു സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തേണ്ടതുണ്ട്. പുട്ട് x ഈക്വൽ ടു സൈൻ തീറ്റ. എക്സ് ഈക്വൽ ടു സൈൻ തീറ്റ എന്നോ സൈൻ വൈ എന്നോ സൈൻ ഫൈ എന്നോ കൊടുക്കാം. എക്സ് ഈക്വൽ ടു സൈൻ എക്സ് എന്നുള്ളത് മാത്രമേ കൊടുക്കാൻ പറ്റാത്തതായിട്ടുള്ളൂ. തീറ്റ ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് എക്സ്. ദെൻ എൽ എച്ച് എസ് സ്റ്റാർട്ട് ചെയ്യാം. സൈൻ ഇൻവേഴ്സ് 2x ഇൻറ്റു റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ ഈക്വൽ ടു എക്സിന് സൈൻ തീറ്റ കൊടുത്താൽ സൈൻ ഇൻവേഴ്സ് 2 സൈൻ തീറ്റ ഇൻറ്റു റൂട്ട് ഓഫ് 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് 2 സൈൻ തീറ്റ റൂട്ട് ഓഫ് 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ കോസ് സ്ക്വയർ തീറ്റ റൂട്ട് കോസ് സ്ക്വയർ തീറ്റ കോസ് തീറ്റ ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് സൈൻ 2 തീറ്റ എന്നെഴുതാം. സൈൻ ഇൻവേഴ്സ് സൈൻ 2 തീറ്റ, അതായത് 2 തീറ്റ, അതായത് തീറ്റ എന്ന് പറഞ്ഞാൽ സൈൻ ഇൻവേഴ്സ് എക്സ്. ഇപ്പോൾ എൽ എച്ച് എസ് നിന്ന് സ്റ്റാർട്ട് ചെയ്തു, ആർ എച്ച് എസിലേക്ക് എത്തി. ദെൻ എട്ടിലെ രണ്ടാമത്തെ ചോദ്യം. എട്ടിലെ ആദ്യ ചോദ്യമാണ് ഇപ്പോൾ നാം ഇവിടെ ചെയ്തത്. ദെൻ അതിലെ രണ്ടാമത്തെ ചോദ്യം. റൈറ്റ് ടാൻ ഇൻവേഴ്സ് എക്സ് ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഇൻ ദ സിംപ്ലസ്റ്റ് ഫോം. നമുക്കറിയാം റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ ആണെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത് സൈൻ തീറ്റ ഓർ കോസ് തീറ്റ. 1 പ്ലസ് ആണെങ്കിൽ ടാൻ ഓർ കോട്ട്. എക്സ് സ്ക്വയർ മൈനസ് 1 ആണെങ്കിൽ സീക്ക് ഓർ കൊസീക്ക്. ഇതേ രീതിയിലാണ് സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തേണ്ടത്. ഇവിടെ റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ വന്നതുകൊണ്ട് നാം ഇവിടെ ചെയ്യേണ്ട സബ്സ്റ്റിറ്റ്യൂഷൻ പുട്ട് എക്സ് ഈക്വൽ ടു എ സൈൻ തീറ്റ, അതായത് എക്സ് ബൈ എ ഈക്വൽ ടു സൈൻ തീറ്റ എന്നെഴുതാം. ഓർ തീറ്റ ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് എക്സ്. theta equal to sin inverse x by a. Then tan inverse x by root of a square minus x square equal to values substitute ചെയ്യുമ്പോൾ tan inverse x ന് a sin theta by root of a square minus a square sin square theta. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ടാൻ ഇൻവേഴ്സ് എ സൈൻ തീറ്റ ബൈ റൂട്ടിൻ്റെ ഉള്ളിൽ നിന്ന് എ സ്ക്വയർ കോമൺ ആയിട്ട് എടുത്താൽ എ സ്ക്വയർ ഇൻറ്റു 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് എ സൈൻ തീറ്റ ബൈ റൂട്ടിൻ്റെ ഉള്ളിലെ എ സ്ക്വയർ എ 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ കോസ് സ്ക്വയർ തീറ്റ റൂട്ട് കോസ് സ്ക്വയർ തീറ്റ കോസ് തീറ്റ
ടാൻ ഇൻവേഴ്സ് എ ക്യാൻസൽ ചെയ്താൽ ടാൻ ഇൻവേഴ്സ് ടാൻ തീറ്റ. സിംപ്ലിഫൈങ് വി ഗെറ്റ് തീറ്റ ആൻഡ് തീറ്റ ഈക്വൽ ടു നാം നേരത്തെ കണ്ടതാണ് സൈൻ ഇൻവേഴ്സ് എക്സ് ബൈ എ. അപ്പോൾ നേരത്തെ ഉള്ള ചോദ്യത്തിൻ്റെ സിംപ്ലസ്റ്റ് ഫോം, അതായത് ടാൻ ഇൻവേഴ്സ് എക്സ് ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ എന്നതിനോട് സിംപ്ലസ്റ്റ് ഫോമിൽ സൈൻ ഇൻവേഴ്സ് എക്സ് ബൈ എ എന്ന് എഴുതാവുന്നതാണ്. ദെൻ 9ാമത്തെ ക്വസ്റ്റ്യനിലെ ആദ്യത്തെ, ഇഫ് എ ഈക്വൽ ടു മെട്രിക്സ് 1 2 4 2, അങ്ങനെയാണെങ്കിൽ പ്രൂവ് ചെയ്യാനുള്ളത് മോഡ് ഡിറ്റർമിനൻറ്റ് 2a ഈക്വൽ ടു 4 ഇൻറ്റു ഡിറ്റർമിനൻറ്റ് എ. നമ്മൾ ഇവിടെ ഡിറ്റർമിനൻറ്റ് എ തന്നിട്ടുണ്ട്, ഡിറ്റർമിനൻറ്റ് എയുടെ വാല്യൂ കാണും. ഡിറ്റർമിനൻറ്റ് എ ഈക്വൽ ടു 1 2 4 2. മെയിൻ ഡയഗണലിൻ്റെ പ്രോഡക്റ്റ് 1 ഇൻറ്റു 2 2, 4 ഇൻറ്റു 2 8, 2 മൈനസ് 8 മൈനസ് 6. ദെൻ 2a, മെട്രിക്സ് 2a കാണാൻ വേണ്ടിയിട്ട് ഓരോ എലമെൻറ്റിനെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 2 4, 4 ഇൻറ്റു 2 8, 2 ഇൻറ്റു 2 4. അതായത് ഡിറ്റർമിനൻറ്റ് 2a, ഡിറ്റർമിനൻറ്റ് 2a ഈക്വൽ ടു 2 4 8 4 ഈക്വൽ ടു 2 ഇൻറ്റു 4 8 മൈനസ് 8 ഇൻറ്റു 4 32. ആൻസർ കിട്ടുക -24. ഡിറ്റർമിനൻറ്റ് 2a 24 ലഭിച്ചു. നേരത്തെ ഡിറ്റർമിനൻറ്റ് എ നമുക്ക് കിട്ടി -6, അതായത് 4 ഇൻറ്റു ഡിറ്റർമിനൻറ്റ് എ ഈക്വൽ ടു 4 ഇൻറ്റു -6 ഈക്വൽ ടു -24. രണ്ട് വാല്യൂ നമുക്ക് കിട്ടിയത് -24. Therefore we can write determinant 2a equal to 4 into determinant a. Then 9ലെ രണ്ടാമത്തെ ചോദ്യം, find values of x for which determinant 2 4 5 1 equal to 2x 4 6x. ഇതാണ് നമുക്കിവിടെ കാണാനുള്ളത്. അതിനു വേണ്ടിയിട്ട് ആദ്യം ഡിറ്റർമിനൻ്റ് ഒന്ന് എക്സ്പാൻഡ് ചെയ്യുന്നു. മെയിൻ ഡയഗണലിൻ്റെ പ്രോഡക്റ്റ് 1 ഇൻറ്റു 2 2, 4 ഇൻറ്റു 5 20 ഈക്വൽ ടു 2x ഇൻറ്റു എക്സ് 2x സ്ക്വയർ, 6 ഇൻറ്റു 4 24. ദാറ്റ് ഈസ് 18 ഈക്വൽ ടു 2x സ്ക്വയർ മൈനസ് 24. 2x സ്ക്വയർ ഈക്വൽ ടു സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 6, x സ്ക്വയർ ഈക്വൽ ടു 3, ഓർ x ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് √3. എക്സിൻ്റെ വാല്യൂ കാണും. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, 10ാമത്തെ ചോദ്യം, ഫൈൻഡ് dy ബൈ dx if 2x പ്ലസ് 3y ഈക്വൽ ടു sin x. നമുക്ക് ക്വസ്റ്റ്യൻ ഒന്ന് എഴുതാം. 2x പ്ലസ് 3y ഈക്വൽ ടു sin x. ഡെറിവേറ്റീവ് കാണുമ്പോൾ 2x ഡിഫറൻഷ്യേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു x. 2 പ്ലസ് വൈയുടെ ഡെറിവേറ്റീവ് dy ബൈ dx. sin xൻ്റെ ഡെറിവേറ്റീവ് cos x. നമുക്ക് കാണാനുള്ളത് dy ബൈ dx. 3 dy by dx equal to cos x minus 2, or dy by dx equal to cos x minus 2 by 3. dy by dx. Then 10ലെ രണ്ടാമത്തെ ചോദ്യം, find dy by dx if x equal to 2at square, y equal to at raised to 4, where t is the parameter. t പാരാമീറ്റർ ആണെങ്കിൽ ബാക്കിയെല്ലാം കോൺസ്റ്റൻ്റ് ആയിട്ട് പരിഗണിക്കണം. ഇപ്പോൾ 2 കോൺസ്റ്റൻ്റ് ആണ്, a കോൺസ്റ്റൻ്റ് ആണ്,
ഇവിടെ എയും കോൺസ്റ്റൻ്റ് ആണ്. അതായത് എക്സ് ഈസ് എ ഫങ്ഷൻ ഓഫ് ടി, വൈ ഈസ് എ ഫങ്ഷൻ ഓഫ് ടി. എക്സ് ഈസ് എ ഫങ്ഷൻ ഓഫ് ടി ആണെങ്കിൽ വി ക്യാൻ ഫൈൻഡ് ഡി എക്സ് ബൈ ഡി ടി ഫോർ എ ടി. ദെൻ ഡി വൈ ബൈ ഡി ടി. ഡി വൈ ബൈ ഡി ടി ചെയ്താൽ കിട്ടുന്നത് ഫോർ എ ടി ക്യൂബ്. ടി റേസ് ടു ഫോറിൻ്റെ ഡെറിവേറ്റീവ് ഫോർ ടി ക്യൂബ്. കാണാനുള്ളത് ഡി വൈ ബൈ ഡി എക്സ്. ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു ഡി വൈ ബൈ ഡി ടി ബൈ ഡി എക്സ് ബൈ ഡി ടി. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഫോർ എ ടി ക്യൂബ് ബൈ ഫോർ എ ടി. സിംപ്ലിഫൈ ചെയ്താൽ ആൻസർ ടി സ്ക്വയർ. 4 ക്യാൻസൽ ചെയ്യുന്നു, എ ക്യാൻസൽ ചെയ്യുന്നു. ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു ടി സ്ക്വയർ. ഇതോടെ 4 മാർക്കിൻ്റെ 5 ചോദ്യവും കഴിഞ്ഞു. ഇനി ചെയ്യാനുള്ളത് 11, 12, 13. ഈ 3 ചോദ്യത്തിൽ വി ഹാവ് ടു ആൻസർ 2 ക്വസ്റ്റ്യൻസ്. അതിൽ 11ാമത്തെ ആദ്യത്തെ ചോദ്യം. എ എന്നൊരു മെട്രിക്സ് തന്നിട്ടുണ്ട്, ഐ എന്ന മെട്രിക്സ് തന്നിട്ടുണ്ട്. ഫൈൻഡ് കെ സോ ദാറ്റ് എ സ്ക്വയർ ഈക്വൽ ടു കെ എ മൈനസ് 2i. അതിനുവേണ്ടി നാം ആദ്യം കാണേണ്ടത് എ സ്ക്വയർ. ഇവിടെ ശ്രദ്ധിക്കാനുള്ളത് എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എ ഇൻറ്റു എ ആണ്. എ ഇൻറ്റു എ കൂടാതെ എ എന്ന മെട്രിക്സിനെ എ എന്ന മെട്രിക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് എ സ്ക്വയർ കാണേണ്ടത് എന്ന് ചുരുക്കം. അല്ലാതെ എയിലെ എലമെൻറ്റുകളെ സ്ക്വയർ ചെയ്ത് നേരിട്ട് ആൻസർ എഴുതുകയല്ല ഇവിടെ ചെയ്യേണ്ടത്. 3 മൈനസ് 2 4 മൈനസ് 2. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഫസ്റ്റ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം. ഫസ്റ്റ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം ആകുമ്പോൾ ഫസ്റ്റ് റോയിലും ഫസ്റ്റ് കോളത്തിലുമായിട്ട് ആൻസർ എഴുതുന്നു. അതായത് 9 മൈനസ് 8. ദെൻ ഫസ്റ്റ് റോ ഇൻറ്റു സെക്കൻഡ് കോളം മൈനസ് 6 പ്ലസ് 4. ദെൻ സെക്കൻഡ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം. അപ്പോൾ സെക്കൻഡ് റോയിലും ഫസ്റ്റ് കോളത്തിലുമായി എഴുതുന്നു. 12 മൈനസ് 8. സെക്കൻഡ് റോ ഇൻറ്റു സെക്കൻഡ് കോളം, സെക്കൻഡ് റോയിലും സെക്കൻഡ് കോളത്തിലുമായി ആൻസർ എഴുതുന്നു. അപ്പോൾ എ സ്ക്വയറിൻ്റെ ആൻസർ കിട്ടുക 9 മൈനസ് 8 1. ദെൻ മൈനസ് 2 4 മൈനസ് 4. ഇതാണ് ഇവിടെ കിട്ടിയ ആൻസർ. നേരത്തെ സൂചിപ്പിച്ച പോലെ എ 3 മൈനസ് 2 4 മൈനസ് 2 ആണെങ്കിൽ 1 മൈനസ് 2 4 മൈനസ് 4 ആണ് എ സ്ക്വയർ വരുന്നത് എന്ന് ചുരുക്കം. നമുക്കിവിടെ കാണാനുള്ളത് കെയുടെ വാല്യൂ കാണാനാണ്. അപ്പോൾ തന്നിരിക്കുന്ന ആ ഇക്വേഷനെ നമുക്ക് ഇങ്ങനെ ഒന്ന് മാറ്റി എഴുതാം. കെ എ ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് 2i എന്ന് മാറ്റി എഴുതാവുന്നതാണ്. എ സ്ക്വയറിൻ്റെ വാല്യൂ നാം നേരിട്ട് കൊടുക്കുന്നു. 1 മൈനസ് 2 4 മൈനസ് 4 എ സ്ക്വയർ ആയി. ദെൻ പ്ലസ് 2 ഇൻറ്റു ഐഡൻറ്റിറ്റി മാട്രിക്സ് 1 0 0 1. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 1 പ്ലസ് 2 ഇൻറ്റു 1 അതായത് 3 മൈനസ് 2 പ്ലസ് 0 ദെൻ മൈനസ് 2 4 പ്ലസ് 0 അതായത് 4 തന്നെ. ദെൻ മൈനസ് 4 പ്ലസ് 2 ദറ്റ് ഈസ് മൈനസ് 2. ഈ കിട്ടിയത് എ എന്ന മെട്രിക്സ് തന്നെയാണ്. അതായത് നമുക്കിവിടെ രേഖപ്പെടുത്താനുള്ളത് കെ എ ഈക്വൽ ടു എ. കെ എ ഈക്വൽ ടു എ കിട്ടുമ്പോൾ അതിൻ്റെ അർത്ഥം കെ എന്ന കോൺസ്റ്റൻറ്റിന് 1. ഇതാണ് ഇവിടുത്തെ ആൻസർ. വി ഹാവ് ടു ഫൈൻഡ് ദ വാല്യൂ ഓഫ് കെ. ദെൻ 11ലെ രണ്ടാമത്തെ ചോദ്യം. എക്സ്പ്രസ് ക്യാപിറ്റൽ എ ഈക്വൽ ടു 2 മൈനസ് 1 1 2 3 മൈനസ് 2 മൈനസ് 4 4 മൈനസ് 3 എന്ന സ്ക്വയർ മാട്രിക്സിനെ എക്സ്പ്രസ് ആസ് ദ സം ഓഫ് എ സിമെട്രിക് ആൻഡ് സ്ക്യൂ സിമെട്രിക് മാട്രിസസ്. നമ്മളിവിടെ ചെയ്യുന്നത് എ പ്ലസ് എ ട്രാൻസ്പോസ് ആണ് കാണുന്നത്. വി നോ
A plus A transpose is symmetric and A minus A transpose is skew symmetric. 2 minus 1 1 A എന്ന മാട്രിക്സ്, മൈനസ് 2 3 minus 2 minus 4 4 minus 3 then plus A ട്രാൻസ്പോസ് കാണാൻ ഫസ്റ്റ് റോ എന്നുള്ളത് ഫസ്റ്റ് കോളമാക്കി എഴുതുന്നു, സെക്കൻഡ് റോ സെക്കൻഡ് കോളമാക്കി എഴുതുന്നു, തേർഡ് റോ തേർഡ് കോളമാക്കി എഴുതുന്നു. ഇങ്ങനെയാണ് എ ട്രാൻസ്പോസ് ലഭിക്കുന്നത്. രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 4 minus 3 then minus 3 minus 3 6 2 minus 3 2 then minus 6. ഈ എഴുതിയത് ശരിയാണോ എന്ന് രണ്ടാമത് നോക്കുന്നതിനേക്കാൾ നല്ലത് ഇത് സിമെട്രിക് ആണോ എന്ന് പരിശോധിച്ചാൽ മതി. 4 മൈനസ് 3 മൈനസ് 3 അത് തന്നെയാണ്. 4 മൈനസ് 3 മൈനസ് 3 ഫസ്റ്റ് റോയും ഫസ്റ്റ് കോളവും സെയിം ആണ്. സെക്കൻഡ് റോ മൈനസ് 3 6 2 മൈനസ് 3 6 2 രണ്ടാമത്തെ റോയും രണ്ടാമത്തെ കോളവും സെയിം ആണ്. അതേ രീതിയിൽ മൂന്നാമത്തെ റോയും മൂന്നാമത്തെ കോളവും സെയിം തന്നെയാണ്. അതായത് എ പ്ലസ് എ ടി എന്നുള്ളത് സിമെട്രിക് ആയിട്ടാണ് നമുക്ക് ലഭിച്ചത് എന്ന് ചുരുക്കം. ദെൻ എ മൈനസ് എ ടി, ഇതേപോലെ എ മൈനസ് എ ടി നാം കാണുന്നു. 2 മൈനസ് 1 1 മൈനസ് 2 3 മൈനസ് 2 മൈനസ് 4 4 മൈനസ് 3 then minus 2 minus 2 minus 4 minus 1 3 4 1 minus 2 minus 3. കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് സബ്ട്രാക്റ്റ് ചെയ്താൽ കിട്ടുന്നത് 0 1 5 minus 1 0 minus 6 minus 5 6 0. ഇതും കുറച്ചത് വീണ്ടും പരിശോധിക്കുന്നതിന് പകരം മെയിൻ ഡയഗണൽ 0 ആണെന്ന് ഉറപ്പുവരുത്തുന്നു. 1ന് മൈനസ് 1 5 ആണെങ്കിൽ മൈനസ് 5 മൈനസ് 6 ആണെങ്കിൽ 6. ഇതേ രീതിയിൽ വന്നാൽ നാം സബ്ട്രാക്റ്റ് ചെയ്തത് ശരിയാണെന്നും ഇതൊരു സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആണെന്നും നമുക്ക് പറയാവുന്നതാണ്. ഇങ്ങനെ കിട്ടിയാൽ എക്സ്പ്രസ് ചെയ്യാനുള്ളത് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ എ എന്ന മെട്രിക്സിനെ, ഇപ്പോൾ എ എന്ന മെട്രിക്സ് എടുത്തെഴുതുന്നു. എ 2 മൈനസ് 1 1 മൈനസ് 2 3 മൈനസ് 2 മൈനസ് 4 4 മൈനസ് 3 എന്ന തന്നിരിക്കുന്ന മെട്രിക്സിനെ 1/2 ഇൻറ്റു ആദ്യം ആഡ് ചെയ്ത മെട്രിക്സ്, പിന്നെ നേരത്തെ സബ്ട്രാക്റ്റ് ചെയ്ത മെട്രിക്സിൻ്റെയും രൂപത്തിൽ എഴുതിയാൽ നമ്മുടെ ആൻസറായി. 2 4 മൈനസ് 3 മൈനസ് 3 മൈനസ് 3 6 2 മൈനസ് 3 2 മൈനസ് 6 then 0 1 5 മൈനസ് 1 0 മൈനസ് 6 മൈനസ് 5 6 0. ഇതിൽ ആദ്യ ഭാഗം സിമെട്രിക്കുമാണ്, രണ്ടാമത്തത് സ്ക്യൂ സിമെട്രിക്കുമാണ്. അങ്ങനെ രണ്ട് വ്യത്യസ്ത രീതിയിൽ വ്യത്യസ്ത മെട്രിക്സുകളുടെ സമ്മിൻ്റെ രൂപത്തിലാണ് എക്സ്പ്രസ് ചെയ്തത് എന്ന് ചുരുക്കം. ദെൻ 12ാമത്തെ ചോദ്യം, ഫൈൻഡ് dy by dx if y equal to sin inverse 2x by 1 plus x square. അതിന് വേണ്ടിയിട്ട് ഒരു സബ്സ്റ്റിറ്റ്യൂഷനാണ് നടത്തുന്നത്. പുട്ട് x ഈക്വൽ ടു ഇവിടെ കൊടുക്കേണ്ട സബ്സ്റ്റിറ്റ്യൂഷൻ ടാൻ തീറ്റയാണ്. തീറ്റ ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് എക്സ്, ടാൻ ഇൻവേഴ്സ് എക്സ്. ദെൻ തന്നിരിക്കുന്ന y ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് 2x by 1 plus x square.
ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് എക്സ് എന്ന് പറഞ്ഞാൽ 2 tan തീറ്റ ബൈ 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് 2 tan തീറ്റ ബൈ 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞാൽ സൈൻ ഇൻവേഴ്സ് സൈൻ 2 തീറ്റ ഈക്വൽ ടു 2 തീറ്റ ഈക്വൽ ടു 2 ടാൻ ഇൻവേഴ്സ് എക്സ്. അപ്പോൾ ഇതുവരെ നാം ഡെറിവേറ്റീവ് കണ്ടിട്ടില്ല, ഇനി മാത്രമാണ് ഡെറിവേറ്റീവ് കാണുന്നത്. ഇപ്പോഴും y ഈസ് എ ഫങ്ഷൻ ഓഫ് എക്സ് ആണ്. അപ്പോൾ dy ബൈ ഡി എക്സ് ഈക്വൽ ടു 2 ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ. ടാൻ ഇൻവേഴ്സിൻ്റെ ഡെറിവേറ്റീവ് 1 ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ. ദെൻ ഇതിൽ രണ്ടാമത്തെ ഭാഗം സൈൻ ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു y ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് എക്സ് ആണെങ്കിൽ പ്രൂവ് ചെയ്യാനുള്ളത് 1 മൈനസ് എക്സ് സ്ക്വയർ ഇൻറ്റു ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ മൈനസ് എക്സ് ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു 0. ഇപ്പോൾ തന്നിരിക്കുന്ന y ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് എക്സ്. ദെൻ y1 ഫസ്റ്റ് ഡെറിവേറ്റീവ് കാണുന്നു. സൈൻ ഇൻവേഴ്സിൻ്റെ ഡെറിവേറ്റീവ് 1 ബൈ റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ. ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ ഇൻറ്റു y1 ഈക്വൽ ടു 1. ഇതിനെ പ്രോഡക്റ്റ് റൂൾ ഉപയോഗിച്ച് ഡെറിവേറ്റീവ് കാണുമ്പോൾ റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് y1 y2 പ്ലസ് y1 ഇൻറ്റു ഡെറിവേറ്റീവ് റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ. നമുക്കറിയാം റൂട്ട് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 ബൈ 2 റൂട്ട് എക്സ് എക്സ് സ്ക്വയർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ മൈനസ് 2x. 1ൻ്റെ ഡെറിവേറ്റീവ് റൈറ്റ് സൈഡ് 0. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ y2 മൈനസ് 2 ക്യാൻസൽ ചെയ്യുന്നു മൈനസ് എക്സ് y1 ബൈ റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ ഈക്വൽ ടു 0. റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ കൊണ്ട് ഈ ഇക്വേഷനെ മൊത്തം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 മൈനസ് എക്സ് സ്ക്വയർ ഇൻറ്റു y2 മൈനസ് എക്സ് y1 ഈക്വൽ ടു 0. ഈ y1 ആണ് ക്വസ്റ്റ്യനിൽ പറയുന്ന dy ബൈ ഡി എക്സ്, y2 ആണ് ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ. ദെൻ അടുത്തൊരു ക്വസ്റ്റ്യൻ പ്രൂവ് ദാറ്റ് ദ ഫംഗ്ഷൻ ഗിവൺ ബൈ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ക്യൂബ് മൈനസ് 3x സ്ക്വയർ പ്ലസ് 3x മൈനസ് 100 ഈസ് ഇൻക്രീസിങ് ഇൻ ക്യാപിറ്റൽ ആർ. ആറിൽ ഇൻക്രീസിങ് ആണെന്ന് പ്രൂവ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് തന്നിരിക്കുന്ന എഫ് ഓഫ് എക്സ് എടുത്തെഴുതുന്നു. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ക്യൂബ് മൈനസ് 3x സ്ക്വയർ പ്ലസ് 3x മൈനസ് 100. ഡെറിവേറ്റീവ് ഫസ്റ്റ് ഡെറിവേറ്റീവ് എല്ലായ്പ്പോഴും പോസിറ്റീവ് ആണെങ്കിൽ ഫങ്ഷൻ ഇൻക്രീസിങ് ആണ്, ഓൾവേസ് ഇൻക്രീസിങ്. എക്സ് ക്യൂബിൻ്റെ 3x സ്ക്വയർ, 3x സ്ക്വയറിൻ്റെ 6x, ദെൻ പ്ലസ് 3. ഇതിൽ നിന്ന് 3 കോമൺ ആയി എടുക്കാം. എക്സ് സ്ക്വയർ മൈനസ് 2x പ്ലസ് 1 ഈക്വൽ ടു 3 ഇൻറ്റു ഇതിന് എക്സ് മൈനസ് 1 ഓൾ സ്ക്വയർ എന്നെഴുതാം. അതായത് എക്സിന് ഏത് വാല്യൂ കൊടുത്താലും സ്ക്വയർ ടേം ആയതുകൊണ്ട് ഇത് എല്ലായ്പ്പോഴും പോസിറ്റീവാണെന്ന് കാണാം. അതായത് എഫ് ഡാഷ് എക്സ് ഗ്രേറ്റർ ദാൻ 0 ഫോർ ഓൾ എക്സ് എലമെൻ്റ് ഓഫ് ആർ. ഏതൊരു റിയൽ നമ്പറിനും ഫസ്റ്റ് ഡെറിവേറ്റീവ് എല്ലായ്പ്പോഴും പോസിറ്റീവായിരിക്കും. അതുകൊണ്ട് ആറിലുള്ള ഏതൊരു എലമെൻ്റ് എടുത്താലും ഫസ്റ്റ് ഡെറിവേറ്റീവ് ഗ്രേറ്റർ ദാൻ 0 ആയതുകൊണ്ട് ആറിൽ ഈ ഫങ്ഷൻ ഓൾവേസ് ഇൻക്രീസിങ്. ദെൻ ഇതിൽ അവസാന ചോദ്യം. ഈ അവസാന ചോദ്യത്തിൽ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 2x ക്യൂബ് മൈനസ് 15x സ്ക്വയർ പ്ലസ് 36x പ്ലസ് 1. നമുക്ക് ആ ഫങ്ഷൻ ഒന്ന് ഇവിടെ തന്നെ ഉണ്ട്.
അതുകൊണ്ട് നേരിട്ട് ഡെറിവേറ്റീവ് കാണുന്നു. എഫ് ഡാഷ് എക്സ് ഈക്വൽ ടു 3 ഇൻറ്റു 2 6 എക്സ് സ്ക്വയർ മൈനസ് 30x പ്ലസ് 36. ഇവിടെ കോൺസ്റ്റൻറ്റ് 6 നമുക്ക് പുറത്തെഴുതാം. എക്സ് സ്ക്വയർ മൈനസ് 5x പ്ലസ് 6. ഫസ്റ്റ് ഡെറിവേറ്റീവ് 0നോട് ഇക്വേറ്റ് ചെയ്യാം. എഫ് ഡാഷ് എക്സ് ഈക്വൽ ടു 0 ഇംപ്ലൈസ് 6 ഇൻറ്റു എക്സ് സ്ക്വയർ മൈനസ് 5x പ്ലസ് 6 ഈക്വൽ ടു 0. ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഒന്ന് ഫാക്ടറൈസ് ചെയ്യുമ്പോൾ 6 ഇൻറ്റു പ്രോഡക്റ്റ് 6 സം മൈനസ് 5, അതായത് എക്സ് മൈനസ് 2 എക്സ് മൈനസ് 3. ഇതിൻ്റെ മീനിങ് ഐദർ എക്സ് ഈക്വൽ ടു 2 ഓർ എക്സ് ഈക്വൽ ടു 3. എക്സിൻ്റെ വാല്യൂ 2 അല്ലെങ്കിൽ 3, ഈ രണ്ട് വാല്യൂവിൽ ഫസ്റ്റ് ഡെറിവേറ്റീവ് 0 ആണ്. ഇവിടെ അബ്സൊല്യൂട്ട് മാക്സിമം അബ്സൊല്യൂട്ട് മിനിമം ആണ് കാണേണ്ടത്. അതായത് നമുക്കിവിടെ ഫംഗ്ഷൻ്റെ വാല്യൂ എഫ് ഓഫ് 1 കാണേണ്ടതുണ്ട്, എഫ് ഓഫ് 1. പിന്നെ എഫ് ഓഫ് 2 കാണേണ്ടതുണ്ട്, എഫ് ഓഫ് 3 കാണേണ്ടതുണ്ട്. ദെൻ എൻഡ് പോയിൻ്റായ എഫ് ഓഫ് 5. ഈ 4 വാല്യൂ ആണ് കാണേണ്ടത്. ഈ 4 വാല്യൂ നമുക്ക് കാണുമ്പോൾ ഡയറക്റ്റായിട്ട് വാല്യൂ കൊടുത്താൽ മതി. ഇങ്ങനെ ഡയറക്റ്റ് വാല്യൂ കൊടുത്താൽ എഫ് ഓഫ് 1 എക്സിന് 2 ഇൻറ്റു 1 ക്യൂബ് മൈനസ് 15 ഇൻറ്റു 1 സ്ക്വയർ പ്ലസ് 36 ഇൻറ്റു 1 പ്ലസ് 1. ഇങ്ങനെ ഓരോന്നും സിംപ്ലിഫൈ ചെയ്യാണ് വേണ്ടത്. 2 ഇൻറ്റു 2 ക്യൂബ് മൈനസ് 15 ഇൻറ്റു 2 സ്ക്വയർ പ്ലസ് 36 ഇൻറ്റു 2 പ്ലസ് 1. ഇങ്ങനെ ഓരോ വാല്യൂ ആണ് നമുക്കിവിടെ കാണാനുള്ളത്. 2 ഇൻറ്റു 3 ക്യൂബ് മൈനസ് 15 ഇൻറ്റു 2 സ്ക്വയർ പ്ലസ് 36 ഇൻറ്റു 3 പ്ലസ് 1. ഇനി 5 ആണെങ്കിൽ 2 ഇൻറ്റു 5 ക്യൂബ് മൈനസ് 15 ഇൻറ്റു 5 സ്ക്വയർ പ്ലസ് 36 ഇൻറ്റു 5 പ്ലസ് 1. ഈ ഓരോന്നും ഡയറക്റ്റായിട്ട് സിംപ്ലിഫൈ ചെയ്താൽ കിട്ടുന്ന ആൻസർ നമുക്കറിയാം. ഇതിൻ്റെ ആൻസർ കീ, വിശദമായ ആൻസർ കീ കൊടുത്തിട്ടുണ്ട്. ഈ ആൻസർ കീയിൽ നമുക്ക് ചെയ്യാനുള്ളത് എഫ് ഓഫ് 1, എഫ് ഓഫ് 2, എഫ് ഓഫ് 3 ഇതേ രീതിയിൽ നമുക്ക് കാണാവുന്നതാണ്. അതായത് ഓരോ വാല്യൂം 24, 29. 24 മൾട്ടിപ്ലൈ ചെയ്താൽ 24, 29. ദെൻ മറ്റൊരു വാല്യൂ ഉള്ളത് 28, 56. 28 ദെൻ 56. ഇതിൽ ഏറ്റവും വലിയ വാല്യൂ ആണ് അബ്സൊല്യൂട്ട് മാക്സിമം, ഏറ്റവും ചെറിയ വാല്യൂ അബ്സൊല്യൂട്ട് മിനിമം. അപ്പോൾ ഇനി തുടർന്ന് ആൻസറായിട്ട് നമുക്ക് എഴുതാനുള്ളത് അബ്സൊല്യൂട്ട് മാക്സിമം, അബ്സൊല്യൂട്ട് മാക്സിമം, absolute maximum is 56 at അത് വരുന്ന സമയം at x equal to 5. അതേ രീതിയിൽ absolute minimum, absolute minimum, absolute minimum is 24 at x equal to 1. ഇതാണ് ഇതിൻ്റെ ആൻസറായിട്ട് രേഖപ്പെടുത്താനുള്ളത്. ഇതോടെ എല്ലാ ചോദ്യങ്ങൾക്കും ആൻസർ എഴുതി. ഈ ഭാഗത്തിൽ നിന്ന് 2 ചോദ്യമാണ് ഒരു കുട്ടിക്ക് എഴുതാനുള്ളത്. പരമാവധി 6 മാർക്കാണ് ഓരോ ചോദ്യത്തിനും ഇതിൽ നിന്ന് ലഭിക്കുന്നത്. ഓക്കെ, താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.